പുരോഹിതനും നിയമജ്ഞയായ എസ്തയും ജനത്തെ പഠിപ്പിച്ചു. ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ുള്ളതനുസരിച്ചാണ്. അതിശ്രേഷ്ഠനായ തിയോഫിലോസെ, എല്ലാം പ്രാരംഭം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ച് എനിക്കും ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് തോന്നി. അത് നിന്നെ പ്രബോധിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തത നീ ഗ്രഹിക്കാനാണ്. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. സ്നേഹം നിറഞ്ഞ പുതുക്കുറിച്ചി ഫറോന വികാരി, ബഹുമാനപ്പെട്ട ഹൈസന്ത് നായകം അച്ഛ, സ്നേഹ ബഹുമാനമുള്ള വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരും, നമുക്ക് പ്രത്യേകമായി നൽകിയ ഒരു സുദിനമാണെന്ന്. നമ്മുടെ പുതുക്കുറിച്ചി ഫറോനയിലെ 11 ഇടവകകളും ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി ആഘോഷങ്ങളുടെ ചൈതന്യം സ്വാംശീകരിക്കുവാൻ അതിലേക്ക് ഔപചാരികമായി പ്രവേശിക്കുന്ന, ഫറോന തലത്തിൽ പ്രവേശിക്കുന്ന ഒരു സുദിനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ സുവിശേഷ ഭാഗം. രണ്ടാമതായി, സഭ എന്താണ്, സഭയിലെ സ്വഭാവം എന്താണ്, അതിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഹൃദയസ്പർശിയായ ഉത്തരമാണ് ഇന്ന് നാം ശ്രമിച്ച രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. നമുക്ക് എല്ലാവരുടെയും മുന്നിലുള്ളത് ക്രിസ്തുവിന്റെ ജീവിത വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ്. ക്രിസ്തു ഈ ലോകത്തിൽ നിർവഹിച്ച മിഷനായും ലഭിച്ചിരിക്കുന്നത് ഏറ്റവും കൃപയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന കൃപയുടെ തിരുവചനങ്ങളാണ് നാം കേട്ടത്.
കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ഞാൻ ദരിദ്രനല്ലല്ലോ. ബന്ധനസ്ഥരോടല്ലേ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ഞാൻ ബന്ധനസ്ഥനല്ലല്ലോ. അതുമല്ലെങ്കിൽ അന്ധരോടല്ലേ അവർക്കല്ലേ കാഴ്ച നൽകേണ്ടത്. എനിക്ക് അന്ധതയില്ലല്ലോ. അങ്ങനെ അവരോട് തോന്നും. പക്ഷെ കുറേയും കൂടി നമ്മൾ ആത്മാർത്ഥമായി നമ്മളിലേക്ക് വിശ്വാസമായ നാം നമ്മളിലേക്ക് നോക്കുമ്പോൾ ആദ്യം ഈ സുവിശേഷം അറിയിക്കപ്പെടേണ്ടത്, ആ സുവിശേഷം സ്വീകരിക്കേണ്ടത്, സുവിശേഷം വൽക്കരിക്കപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മൾ പല രീതിയിൽ ദരിദ്രം തന്നെയാണ്. നമ്മൾ പല രീതിയിൽ ഇന്ന് ബന്ധനസ്ഥനാണ്. ഇന്ന് നമ്മൾ പല രീതിയിൽ നമുക്ക് അന്ധതയുണ്ട്. വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാൻ, കൂടെയുള്ളവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളുടെയും അർത്ഥം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി മനസ്സിലാക്കുന്നതെല്ലാം നമുക്ക് വികലമായ കാഴ്ചപ്പാടുകളാണുള്ളത്. Gracias.